അള്ളാഹുവിനോടുള്ള 20 കടമകളാണ് പറയാൻ പോകുന്നത്. 1. അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. രണ്ടാമത്തേത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കലാണ്. ആരാധിക്കാൻ ആരേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് വിശ്വസിക്കലാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിക്കലാണ്. അള്ളാഹു ഒരുവനാണ്, ഏകനാണ് എന്ന് വിശ്വസിക്കലും അള്ളാഹുവിനോടുള്ള കടമയാണ്. നാലാമത്തേത് എന്താണ്? ഖാലിഖു കുല്ലി ഷൈഅ്, അവൻ സർവ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹുവാണ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കലാണ്. അഞ്ചാമത്തേത് ഹുവൽ അവ്വലു വൽ ആഖിറു, അള്ളാഹു പണ്ടേ ഉള്ളവനാണ് എന്ന് വിശ്വസിക്കലും അതുപോലെ അള്ളാഹുവാണ് അവസാനം ബാക്കിയാക്കുന്നത് എന്നും വിശ്വസിക്കലാണ്. ഈ ലോകം മുഴുവനും നശിക്കും, മലക്കുകളും മനുഷ്യന്മാരും എല്ലാവരും മരിക്കും. ആരെ ബാക്കിയാവൂ? അള്ളാഹു മാത്രമേ ബാക്കിയാവുകയുള്ളൂ. മാത്രമല്ല, അള്ളാഹുവാണ് ആദ്യമുള്ളവനും അള്ളാഹുവാണ്. അള്ളാഹു പണ്ടേ ഉള്ളവനാണ് എന്നും നമ്മൾ വിശ്വസിക്കണം. അത് അള്ളാഹുവിനോടുള്ള കടമയാണ്. ആറാമത്തേത് എന്താണ്? വല്ലാഹു യുഹ്യി വയുമീത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ലോകത്തുള്ള എല്ലാവരെയും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതുമാരാണ്? അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കലാണ്. ഏഴാമത്തേത് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു തആല സർവശക്തനാണ് എന്ന് വിശ്വസിക്കലാണ്. അഥവാ അള്ളാഹ്ക്ക് കഴിയാത്ത ഒന്നുമില്ല, അള്ളാഹുവിന് കഴിയാത്ത കാര്യം ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിന് കഴിയും. ഈ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പലരും പല കാര്യത്തിലും സംശയിക്കുന്നത്, പല കാര്യത്തിലും സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ ഒരു സംശയവും പിന്നെ ഉണ്ടാവില്ല. കാരണം വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹ്ക്ക് കഴിവില്ലാത്ത ഒന്നുമില്ല, എല്ലാറ്റിനും അള്ളാഹ്ക്ക് കഴിയും. അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചാൽ പിന്നെ നമ്മളെ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയും എന്ന്. ഇനി എട്ടാമത്തത് എന്താണ്? വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ വസ്തുക്കളെ പറ്റിയും അറിയുന്നവനാണ്. അള്ളാഹു ഒരു വസ്തുവിൻ്റെ എല്ലാ കാര്യവും അറിയും. കഴിഞ്ഞ കാലവും വരാനിരിക്കുന്ന കാലവും നടന്നുകൊണ്ടിരിക്കുന്ന കാലവും ഉള്ളും പുറവും എന്തെല്ലാം കാര്യമുണ്ടോ ഒരു വസ്തുവിൻ്റെ, അതെല്ലാം അള്ളാഹ്ക്ക് അറിയാം. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയോ ഒമ്പതാമത്തതോ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, അള്ളാഹു തആല ആരാണ്? ഉദാരശീലനാണ്, അഥവാ എല്ലാവർക്കും നൽകുന്നവനാണ് അള്ളാഹു തആല എന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു തആല സൗജന്യമായിട്ട് നൽകുകയാണ് അല്ലേ? വെള്ളം, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കാൻ അള്ളാഹു തആല സൗജന്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളവും വായുവും വെളിച്ചവും ഇങ്ങനെ തുടങ്ങി എല്ലാം അള്ളാഹു സൗജന്യമായിട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ജീവൻ, ഇതെല്ലാം അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ ഈ ലോകത്ത് നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അള്ളാഹു തആല ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അള്ളാഹു തആല സൗജന്യമായിട്ട് നമുക്ക് നൽകുകയാണ്. അപ്പോൾ അള്ളാഹു തആല എന്താണ്? ധാരാളം നൽകുന്നവനാണ്, എല്ലാവർക്കും നൽകുന്നവനാണ്. മാത്രമല്ല 10ാമത്തെ എന്താണ്?
അർ-റഹ്മാനുർ റഹീം. അർ-റഹ്മാനിർ റഹീം, അല്ലാഹു തആല കാരുണ്യവാനാണ്. റഹ്മാനാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ്. വിശ്വസിച്ചവർക്ക് മാത്രമല്ലല്ലോ അള്ളാഹു ഗുണം ചെയ്യുന്നത്, വിശ്വസിക്കാത്തവർക്കും അള്ളാഹു എന്താക്കുന്നുണ്ട്? ഗുണം ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ? ചെയ്യുന്നുണ്ട്. അർ റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് പരലോകത്ത് അവൻ പ്രത്യേകം ഗുണം ചെയ്യുന്നവനാണ്, സ്വർഗം നൽകുന്നവനാണ്. അതാണ് 11ാമത്തെ കാര്യം. ഗാഫിരിദ്ദംബി വഖാബിലിത് തൗബി, അള്ളാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവനും പാശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് അള്ളാഹുവിനോടുള്ള കടമയാണ്. അപ്പോൾ പാപങ്ങളൊക്കെ പുറത്തു തരുന്നവനാണ് അള്ളാഹു, അതുപോലെ തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. മാത്രമല്ല 12ാമത്തേത് ഖായിമൻ ബിൽ ഖിസ്ത്, അള്ളാഹു നീതി പാലിക്കുന്നവനാണ്. അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കൂല, അള്ളാഹു നീതി കാണിക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. പിന്നെയോ 13ാമത്തെ എന്താണ്? ലാ ശരീക ലഹു, അവനോട് പങ്കുകാരനെ ചേർക്കാൻ പറ്റൂല. അത് ഈ ഭൂമിയെ സൃഷ്ടിച്ച കാര്യത്തിലും അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും അവന് പങ്കുകാരില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു ആണ് ഈ ലോകം മുഴുവനും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്, സൃഷ്ടിച്ചതും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതൊക്കെ അള്ളാഹുവാണ്. വേറൊരാളും കൂടി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹു മാത്രമാണ്. പിന്നെയോ 14ാമത്തേത് വല്ലാഹു യഖൂലുൽ ഹഖ്, അള്ളാഹു സത്യസന്ധനാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? സത്യമാണ്. അള്ളാഹു പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു സത്യസന്ധനാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞ എന്താണ്? സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. സത്യസന്ധനാണ് അള്ളാഹു. പിന്നെയോ 15ാമത്തത് മാലിക്കുൽ മുൽക്ക്, മാലിക്കൽ മുൽക്ക്, രാജാതിരാജനാണ് അള്ളാഹു തആല. എല്ലാ ഭരണാധികാരികളുടെയും ഭരണാധികാരിയാണ് ആര്? അള്ളാഹു തആല. എല്ലാ രാജാക്കന്മാരെയും നിയന്ത്രിക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ഏറ്റവും ഉന്നതനാണ് ആര്? അള്ളാഹു തആല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതുപോലെ 16ാമത്തത് എന്താണ്? ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, അള്ളാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു എന്തെയ്യും? നമ്മളെ ദുആ സ്വീകരിക്കുന്നവനാണ് എന്നും നമ്മൾ വിശ്വസിക്കണം. ദുആ സ്വീകരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുപോലെ 17ാമത്തെ കാര്യം എന്താണ്? നമ്മൾ അവനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കൽ നമ്മുടെ കടമയാണ്. നമുക്കെല്ലാം തന്നതല്ലേ അള്ളാഹു. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം എന്നുള്ളതാണ്. എല്ലാറ്റിനേക്കാൾ നമ്മൾ ആരെ സ്നേഹിക്കണം? അള്ളാഹുവിനെ സ്നേഹിക്കണം. 18ാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണം. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യരുത്. അങ്ങനെ 19ാമത്തെ എന്താണ്? വ ഇയ്യായ ഫർഹബൂൻ, അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ഭയപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ഭയപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. 19ാമത്തത് അതാണ്, അള്ളാഹുവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതുപോലെ 20ാമത്തെ എന്താണ്? ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ 20 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോടുള്ള കടമകൾ, അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 20 കാര്യങ്ങൾ, അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 20 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുപോലെയൊക്കെ
വിശ്വസിച്ച് ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.